നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ വിസ കാലാവധി കഴിഞ്ഞ ശേഷം കഴിയുന്നവർക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ്. ഇത്തരത്തിൽ അധികൃതമായി താമസിക്കുന്നവരെന്ന് കണ്ടെത്തിയാൽ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടതായി വരും. നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരെയും പിടികൂടി നിയമ നടപടികൾക്ക് വിധേയമാക്കും. സൗദിയിൽ അനധികൃത താമസക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള റെയ്ഡുകൾ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ രാജ്യത്തു നിന്ന് പിടിക്കപ്പെട്ട 7557 പ്രവാസികളെ നാട് കടത്തിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താമസ, വിസ, തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ തിരച്ചിലിലാണ് ഇത്രയും പേർ പിടിയിലായത്. ഇത്തരക്കാരെ കണ്ടെത്താനുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ ശക്തമായി തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതേ കാലയളവിൽ നടത്തിയ റെയ്ഡിൽ 12777 പ്രവാസികളെ പുതുതായി പോലീസ് അറസ്റ്റ് ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി. ജൂൺ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ പിടിയിലായവരുടെ കണക്കാണിത്. വിസ കാലാവധി അവസാനിച്ച ശേഷം അത് പുതുക്കുകയോ മറ്റൊരു തൊഴിലിലേക്ക് മാറുകയോ ചെയ്യാതെ രാജ്യത്ത് തുടരുക, വിവിധ കേസുകളിൽ അകപ്പെടുക, തൊഴിൽ വിസകളില്ലാതെ വിസിറ്റ്, ടൂറിസ്റ്റ്, തീർത്ഥാടന വിസകളിൽ വന്ന് നിശ്ചിത കാലയവധിക്ക് ശേഷം തിരികെ പോകാതെ രാജ്യത്ത് തുടരുക, യഥാർത്ഥ തൊഴിലുടമയുടെ കീഴിലല്ലാതെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുക, വിസയിൽ പറഞ്ഞതല്ലാത്ത ജോലിയിൽ ഏർപ്പെടുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കാണ് ഇത്രയും പേർ പിടിയിലായതെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിസ നിയമങ്ങൾ ലംഘിച്ചതിനാണ് കൂടുതൽ പേരും അറസ്റ്റിലായത്. 6695 പേരാണ് ഇത്തരം നിയമലംഘനങ്ങളുടെ പേരിൽ പിടിയിലായത്. ഇതുകൂടാതെ 3960 പേർ അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും 2122 പേർ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കും പിടിയിലായി. നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കവേ 628 പേരെ കൂടി അതിർത്തി പ്രദേശങ്ങളിൽ വെച്ച് രക്ഷാസേന അറസ്റ്റ് ചെയ്തു. ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തു കടക്കാൻ ശ്രമിക്കവേ 149 പേരെയും അതിർത്തി രക്ഷാസേന കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് വിസയില്ലാതെ കഴിയുന്നവർക്ക് താമസം ഒരുക്കി നൽകുകയും തൊഴിൽ വിസയില്ലാതെ ജോലിക്ക് നിർത്തുകയും നിയമലംഘകർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതിന് 12 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവരെയും അവയ്ക്ക് കൂട്ടുനിൽക്കുന്നവരെയും 15 വർഷം തടവും 10 ലക്ഷം റിയാൽ പിഴയുമാണ് വിധിക്കുന്നത്. കൂടാതെ ഇവരെ താമസിപ്പിച്ച കെട്ടിടങ്ങളും സഹായിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങളും കണ്ടുകെട്ടുകയും അവരുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.